ഹലോ കൂട്ടുകാരെ, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചുരിദാർ ടോപ്പ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ടോപ്പ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നോക്കിയിട്ട് ചെയ്യുക. ഞാനിവിടെ 42 ഇഞ്ച് ഇറക്കമുള്ള ടോപ്പാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ 42 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ആദ്യം ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 8 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്. അപ്പം നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഷോൾഡർ എടുക്കുക. ആം ഹോൾ ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. അളവ് ഇതുപോലെ ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളിൻ്റെ കർവ് വരച്ചു കൊടുക്കാം. ഇതുപോലെ പകുതിക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ചെസ്റ്റ് അളവ് നോക്കുക. ചെസ്റ്റ് അളവ് 22 ആണുള്ളത്. അപ്പോൾ 11 ഇഞ്ച്, അതിൻ്റെ പകുതി 11 ഇഞ്ച് മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് കർവ് വരച്ചു കൊടുക്കാം. ഇതുപോലെ കർവ് സ്കെയിൽ വെച്ചിട്ട് രണ്ട് ഭാഗം ടച്ച് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്കാണ്. നെക്കിൻ്റെ ഇറക്കം വരുന്നത് 5.5 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇത് റെഡിമെയ്ഡ് ടോപ്പിൻ്റെ അതേ ഇതിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം നോക്കാം. അവിടെ വരുന്നത് 19 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. അത് 14 ഇഞ്ച് ഇറക്കത്തിൽ. ഇനി സ്ലിറ്റിൻ്റെത് 20 ഇഞ്ച് ഇറക്കത്തിലാണ്. സ്ലിറ്റിൻ്റെ ഷോൾഡറിൻ്റെ എടുക്കുന്ന 20 ഇഞ്ച് ഇറക്കത്തിലാണ് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി കേട്ടോ. ഇത് ജോയിൻ ചെയ്തെടുക്കാം. ലൈറ്റ് കളർ ചോക്ക് ആയതുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് കാണുന്നില്ല ഞാൻ. ഇനി താഴെയിലത്തെ വിഡ്ത്ത് നോക്കാം. ഇവിടെ 12 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ മാർക്കിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗം നെക്ക് ഫസ്റ്റിൽ കട്ട് ചെയ്യാം. റൗണ്ട് നെക്കാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ വണ്ണം കുറഞ്ഞവർക്ക് 7 ഇഞ്ച് മതി കേട്ടോ. ഇത് ഇത്തിരി വണ്ണമുള്ള ആളതായതുകൊണ്ടാണ് 8 ഇഞ്ച് വെച്ചത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി കേട്ടോ. ഇനി താഴോട്ടേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ വണ്ണത്തിന് മാത്രം തുണി മടക്കി ഇട്ടാൽ മതി കേട്ടോ. എന്നാലേ നമുക്ക് സൈഡ് ഭാഗത്തുനിന്ന് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എംബ്രോയ്ഡറി ഉള്ളത് കൊണ്ട് 2 മടക്കാക്കി 2 വെച്ച് കഴിഞ്ഞാൽ ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തത് കേട്ടോ. ബാക്കിൽ ഞാൻ 2 ഇഞ്ച് മാത്രമേ കുഴിച്ച് വെട്ടുന്നുള്ളൂ. ബാക്ക് നെക്ക് 2 ഇഞ്ച് മാത്രമേ കുഴിച്ച് വെട്ടുന്നുള്ളൂ. റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ എത്രയല്ലേ ഉണ്ടാവുള്ളൂ, അതുപോലെ ഞാൻ കുഴിച്ച് വെട്ടുന്നുള്ളൂ കേട്ടോ.
ഇത് ബാക്ക് ഭാഗം മടക്കി അടിക്കണം, താവ് ഭാഗം. ഫ്രണ്ട് ഭാഗം വേണ്ട, ഫ്രണ്ട് ഭാഗം പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫ്രണ്ട് ഭാഗം മടക്കി അടിക്കേണ്ട. അതുകൊണ്ട് ഇത്തിരി 1 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ഭാഗം ബാക്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഭാഗമായി. സ്ലിറ്റിൻ്റെ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ചെസ്റ്റ് വണ്ണത്തിൻ്റെ എവിടെയും പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടണ്ടേ, 1/2 ഇഞ്ച് അത് കുഴിച്ച് വെട്ടും. ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഇത് റെഡിയായി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ഇതുപോലെ 4 ആക്കി മടക്കിയിടുക. നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ അവിടെ നിന്ന് കിട്ടിയ പീസില്ലേ സൈഡ് ഭാഗത്തുനിന്ന്, അത് ഇതുപോലെ 4 ആക്കി മടക്കിയിടുക. 15 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ സൈഡ് ഭാഗത്ത് 12 ഇഞ്ച് മതി. ആം ഹോളിൻ്റെ സൈഡ് ഭാഗത്ത് 12 ഇഞ്ച് മതി. 3 ഇഞ്ച് നമുക്ക് കുറച്ചിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം എടുക്കുന്നത്, ജോയിൻറ്റ് ഭാഗം. ഇനി നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് താഴേൽ 5.5 ഇഞ്ചാണ് വരുന്നത് വണ്ണം, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. 8.5 ഇഞ്ച് ആണ് തുണി മടക്കിയിട്ടിട്ട് വണ്ണം എടുത്തത് കേട്ടോ. ആം ഹോളിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് എടുക്കുക. തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടി കൊടുക്കണം. അത് 2 പീസ് തുണി മുകളിലെടുത്തിട്ട് അതിനാണ് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടി കൊടുക്കുന്നത്. 2 ഇഞ്ച് മുകളിലത്തെ ഭാഗം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണ് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇവിടെ മാത്രം ഇതുപോലെ ലെവലാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ടോപ്പ് കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.